I am Ennemcien, Q Master from Optics. ഇത് എൻട്രൻസിന് ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഞാനിപ്പോൾ നേരത്തെ എൻട്രൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. First question. A flat mirror revolves making 0.5 revolutions per second. With what velocity will a light spot reflected by the mirror move along a spherical screen of radius 10 centimeter if the mirror is at the center of curvature of the screen? ഇതാണ് പിക്ചർ. ഇത് പ്ലെയിൻ മിറർ. ഇതിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീണാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്ത ഒരു സ്ഫെറിക്കൽ സ്ക്രീനിൽ വന്ന് വീഴും. ഈ മിറർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മിറർ തീറ്റ ആംഗിൾ തിരിയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് 2θ തിരിയും. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് തീറ്റ മിറർ തിരിഞ്ഞ ആംഗിൾ M2M' തീറ്റ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് തിരിഞ്ഞ ആംഗിൾ 2θ. ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ്. ഈ സ്ഫെറിക്കൽ സ്ക്രീനിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് ദി സ്ഫെറിക്കൽ സ്ക്രീനാണ്. ഇനി നോക്കാമല്ലോ. ആംഗിൾ ടേൺഡ് ബൈ ദി പ്ലെയിൻ മിറർ ഈക്വൽസ് തീറ്റ. Then the angle turned by the reflected light is phi equals 2θ. എങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി മിറർ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് സ്പോട്ട് ഓൺ ദി സ്ഫെറിക്കൽ സ്ക്രീൻ ഒമേഗ ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ d∅/dt. ദറ്റ് ഈസ് phi എന്ന് പറഞ്ഞാൽ 2θ. 2 പുറത്തെടുക്കാം. 2 × dθ/dt. dθ/dt എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ മിറർ എത്ര ആംഗുലാർ വെലോസിറ്റി തിരിയുന്നു അതിൻ്റെ ഡബിളായിരിക്കും റിഫ്ലക്റ്റഡ് ലൈറ്റ് സ്പോട്ടിൻ്റെ ആംഗുലാർ വെലോസിറ്റി. ഇവിടെ മിററിൻ്റെ 0.5 റവല്യൂഷൻസ് പെർ മിനിറ്റ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നുണ്ട് മിററിൻ്റെ. അപ്പോൾ മിററിൻ്റെ ഒമേഗ എന്ന് പറയുന്നത് 2πf ഓഫ് ദി മിറർ. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് സ്പോട്ടിൻ്റെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2 × ωm. ദറ്റ് ഈസ് 2 × 2πfm ഈക്വൽസ് 4π × fm ഈസ് 0.5. The answer is 6.28 radian per second. ഇനിയും ഈ ലൈറ്റ് സ്പോട്ടിൻ്റെ വെലോസിറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. ലീനിയർ വെലോസിറ്റി v ഈക്വൽസ് r⍵. ലീനിയർ വെലോസിറ്റി v ഈക്വൽസ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് സ്പോട്ട് ഓൺ ദി സ്ഫെറിക്കൽ സ്ക്രീൻ v ഈക്വൽസ് r⍵ ഈക്വൽസ് r റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി സ്ക്രീൻ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ 10 മീറ്റർ. അപ്പോൾ 10 × ഒമേഗ ഓഫ് ദി ലൈറ്റ് സ്പോട്ട് ഈസ് 6.28. ആൻസർ ഈസ് 62.8 meter per second. Another one. The distance between an object and a divergent lens is m times small m times greater than the focal length of the lens. What is the magnification of the image? ഇത് ലെൻസിൻ്റെ ഇക്വേഷൻ ഫണ്ടമെൻ്റൽ ബേസിക് ഇക്വേഷൻ -1/u + 1/v ഈക്വൽസ് 1/f. ഇവിടെ u തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്തിൻ്റെ m ടൈംസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ mf എപ്പോഴും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മൈനസ് ഇടണമല്ലോ. അപ്പോൾ u ഈക്വൽസ് -mf
ഡൈവർജൻറ്റ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. എഫ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നേരിട്ട് 1/, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1/-mf എന്ന് പറഞ്ഞാൽ 1/mf + 1/v = 1/-f, or from which 1/v = -1/f - 1/mf, or -1/f into 1 + 1/m എന്ന് വരും. That is 1/f into m + 1/m, from which v equals mf/m + 1, mf/m + 1, minus v equals -mf/m + 1. ഇത് നേരിട്ട് ഉപയോഗിക്കാം, ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇത് വെലോസിറ്റി, ഇമേജ് ഡിസ്റ്റൻസ് v equals f into u by f plus u. എന്നിട്ട് ഇവിടെ പ്രോപ്പർ സൈൻ കൊടുത്താൽ മതി. ഈ കേസിൽ ഇപ്പോൾ എഫ് മൈനസ് കൊടുക്കുക, യു -fm mf എന്ന് കൊടുക്കുക. ഇതേ ആൻസർ തന്നെ കിട്ടും, സെയിം ആൻസർ. ഇതാ എളുപ്പം. അപ്പോൾ ഈ എൻട്രൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതങ്ങ് ഉപയോഗിച്ചുകൊണ്ടാൽ മതി ഇപ്പോൾ ഈ ചോദ്യത്തിലൊക്കെ. ഇനിയും മാഗ്നിഫിക്കേഷൻ v/u, that is -mf/m + 1/u is -mf. Answer is 1/m + 1. That's the answer. Another one. Find the ratio of the thickness of a layer of water of refractive index 1.33 to the thickness of a layer of oil of refractive index 1.47 if the minimum time required for light to traverse the layer, each layer is the same. നമുക്കറിയാം ടൈം. അപ്പോൾ ഒരു വാട്ടർ ലെയറിൽ കൂടെയും ഒരു ഓയിലിൻ്റെ ലെയറിൽ കൂടെയും ലൈറ്റ് കടന്നു പോകാൻ ഒരേ സമയം എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ടൈം ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ല ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ ടി ഈക്വൽസ് distance through the distance in the water layer dw by velocity of light in water vw ഈക്വൽസ് രണ്ടും ഒരേ സമയമാണെന്ന് പറയുന്നുണ്ട്. ഓയിലിൻ്റെ ഡിസ്റ്റൻസ് DO അല്ലെ ഓയിൽ ലെയറിൻ്റെ തിക്നെസ് ആണ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഓയിൽ. ഇക്വേഷനെ C കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ DW ഇൻറ്റു C/VW ഈക്വൽസ് d oil into C/V oil. C/V is refractive index. അപ്പോൾ C/VW is mu of water. But dW into mu water equals d oil into mu oil, from which d water by d oil, ഇതാ ചോദിച്ചിരിക്കുന്ന റേഷ്യോ, ഈക്വൽസ് mu oil by mu water. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വേറെ ഏർലിയർ പോസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ഒത്തിരി പോയിൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ D1 μ1 ഈക്വൽസ് D2 μ2 എന്നങ്ങ് എടുത്തുകൊണ്ടാൽ മതി. ഈ എൻട്രൻസിനൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, എളുപ്പം എടുത്ത് പോകണം. അപ്പോൾ ഇപ്പോൾ 1.47 ഓയിലിൻ്റെ ബൈ 1.33, ദാറ്റ് ഈസ് 1.1. ഈ ഇതൊക്കെ എൻട്രൻസിന് ചെയ്യുമ്പോൾ 1.47 എന്നുള്ള 3/2 എന്നങ്ങ് എടുക്കുക. 3/2 ബൈ 1.33 4/3, അപ്പോൾ 9/8 എന്ന് വരും. 9/8 1 പോയിൻറ്റ് സംതിങ്ങാണ്. അത് ചോയ്സ് നോക്കിയിട്ട് നമുക്ക് മെൻ്റൽ കാൽക്കുലേഷൻ കിട്ടുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാം. Another one. A beaker is filled with ethyl alcohol of refractive index 1.362 to a depth of 10 centimeter. A second beaker contains water of refractive index 1.332 upon which floats a layer of mineral oil of refractive index 1.475. The total depth of liquid in the second beaker is also 10 centimeter. When light is passed vertically upwards
through each beaker, the light path in the liquids is the same for each beaker. Estimate the depth of the mineral oil. ചോദ്യം ഈ ഇതിപ്പോൾ ആദ്യത്തെ കേസിൽ ഒരാൽക്കഹോള് 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഡെപ്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ബീക്കറിൽ വാട്ടറും അതിന് മുകളിൽ ഒരു ഓയിലും മിനറൽ ഓയിൽ. ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് 10. ഇതിൻ്റെ ആൽക്കഹോളിൻ്റെ ടോട്ടൽ ഡെപ്ത് ഇത് ഒറ്റയ്ക്കാണ്. D1 എന്നിരിക്കട്ടെ, വാട്ടറിൻ്റെ ഡെപ്ത് D2, ഓയിലിൻ്റെ അതിന് മുകളിലുള്ള ഓയിലിൻ്റെ മാത്രം ഡെപ്ത് D3. ഇത് ടോട്ടൽ 10 തന്നെ. എങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ച സെയിം ഫോർമുല ഉപയോഗിച്ചാൽ മതി. D1N1 = D2N2. ഇവിടെ ഇപ്പോൾ 2 വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ആൽക്കഹോൾ ഒറ്റയ്ക്ക്, ഇത് വാട്ടർ പ്ലസ് ഓയിൽ. ഇവിടെ ഒപ്റ്റിക്കൽ തിക്നെസ് എന്നോ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് എന്നോ ഒക്കെ പറഞ്ഞാൽ ഈ μ×D ആണ്. അപ്പോൾ μ1 D1 that must be equal to ഇവിടെ μ2 D2 plus μ3 D3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.362 × 10 equals 1.332 × D2 plus 1.452 × D3. ഇക്വേഷൻ 1. ഇനി നമുക്ക് D2 plus D3 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഫിഗറിൽ കാണില്ലേ, D2 plus D3 എന്ന് പറഞ്ഞാൽ 10. സോ ദാറ്റ് മീൻസ് D2 = 10 - D3. ഇത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് D3 സോൾവ് ചെയ്തെടുക്കാം. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് D3 = 2.1 സെൻറ്റിമീറ്റർ. ഇത് എൻട്രൻസിനൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കാൽക്കുലേഷൻ വളരെ ക്വിക്കായിട്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വരുന്ന പോസ്റ്റിങ്സിൽ പറയും. താങ്ക് യു.